നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് PSC ബുള്ളറ്റിൻ ജനുവരി 2025 പാർട്ട് 2. P. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേര് കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശാൻ. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര, കൊല്ലം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? ഫറോക്ക്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേര് N. കുട്ടിക്കൃഷ്ണപിള്ള. G. ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ്, കൊച്ചി. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനമൊരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി K ലിഫ്റ്റ് 24. കുടുംബശ്രീ ലൈവ്ലി ഫുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി. വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം കാപ്പാട്, കോഴിക്കോട്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഓർമ്മത്തോണി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത്. ശാസ്ത്രീയ നാമം അഗസ്ത്യാഗമ എഡ്ജ്. മുനിസിപ്പൽ മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി. ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂർ. കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സഞ്ചരിച്ച ജില്ല എറണാകുളം. 700ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി N. മേനോൻ. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം DC കണക്ട്. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്.
അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ചങ്ങാതി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി മധുരം. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. 2024 നവോത്ഥാന നായകന്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ചാണ് വള്ളിക്കുന്നത്ത് ആലപ്പുഴയിൽ പ്രതിമ സ്ഥാപിച്ചത്. ചട്ടമ്പി സ്വാമികൾ. സ്കൂൾ പാഠപുസ്തകങ്ങൾ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ബോറേലിയ ബർഗ്ഡോർഫെറി. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഇടം എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഫ്ലൈ 91. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുംകര ഇരിങ്ങാലക്കുട. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക്. വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടി ജാതിരെ. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. 2024 അന്തരിച്ച ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സിനിമാ സംവിധായകൻ KR ഉണ്ണികൃഷ്ണൻ നായർ. 2024 ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ KG ജയൻ. ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതി K-Phone, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ്. കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി. കേരള ഹൈക്കോടതി. കേരളത്തിൽ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ. ഉദയ് ഡബിൾ ഡക്കർ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തിയത് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ക്രെമാസ്പിസ് വാൻഗോഹി ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ്? പല്ലി. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കല. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏത്? ചെന്തുരണി. 2ാം സ്ഥാനം സൈലന്റ് വാലി. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഫോബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ചരിത്രത്തിലാദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. മലയാളികൾ ഒന്നാമത് MA യൂസഫലി. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ISPS ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് INTRV 01. IN ഇന്ത്യ, TRV തിരുവനന്തപുരം ജില്ല. ആദ്യം ലഭിച്ചിരുന്ന കോഡ് ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കെഴുത്ത് ചേർത്ത് INNYY1 എന്നായിരുന്നു.
ശംഖുമുഖം കടൽത്തീരത്ത് മുട്ടയിടാൻ എത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമ ഒലിവ് റിഡ്ലി കടലാമ. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെടുന്നത് വിഴിഞ്ഞം. മദ്രാസ് IIT വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടു സമം. ഞാറ്റേല ശ്രീധരൻ്റെ ദ്രാവിഡ ഭാഷാ പദപരിചയത്തിൻ്റെ ഓൺലൈൻ രൂപമാണിത്. ഫോർബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക്. ഇന്ത്യയിലെ 18ാമത്തെ മികച്ച ബാങ്ക്. ആക്രി കച്ചവടത്തിൻ്റെ മറവിൽ നടക്കുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ പാം ഫ്രീ. കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി മൈൻഡ് ബ്ലോവേഴ്സ്. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് ശ്രീകണ്ഠേശ്വരം ചട്ടമ്പി സ്വാമി പാർക്ക്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷര മ്യൂസിയം, നാട്ടകം, കോട്ടയം. അടുത്തിടെ ഹാബ്രോ സിസ്റ്റം സഹ്യാദ്രി, ഇരുര, ശെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ശെന്തുരുണി വന്യജീവി സങ്കേതം. 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചി. വിദേശത്ത് വളർത്തുമൃഗങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ എയർപോർട്ട് കൊച്ചി. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 50ാം ആണ്ട് പൂർത്തിയാക്കുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDPയുടെ 2ാമത്തെ മുഖപത്രം യോഗനാഥം. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്നാഭായ്. കാപ്പ ചുമത്തിയവരെയും പിടികിട്ട പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ആഗ്. 2025 ജനുവരി 1 ശേഷം മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനം കേരളം. 2024 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ 2ാമത്തെ ജില്ല തൃശൂർ, ആദ്യ ജില്ല പാലക്കാട്. 2024 മെയ് 6 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ഹരികുമാർ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമായ വ്യക്തി സംഗീത് ശിവൻ. കേരളത്തിലെ 2ാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽ നിലവിൽ വന്നത് കൊച്ചി. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി ശലഭം പദ്ധതി. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേള വിദ്വാൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി ADS വഴി നടപ്പിലാക്കുന്ന പദ്ധതി എന്നിടം. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം മാരീച്ച്. 2024 മെയ്യിൽ അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? കർണാടക സംഗീതം. നാസയുടെ ചന്ദ്രദൗത്യമായ ആർടെമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ ഡോക്ടർ അനിൽ മേനോൻ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസകിരണം. ഇന്ദുലേഖ എന്ന ഛായാചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മ. 2024 ഏപ്രിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ
ഓയിൽ പെയിൻറ്റിംഗ് മോഹിനി. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളി ശ്രേയസ് ഗിരീഷ്. IRAS 04125+2902b എന്നാണ് പുതിയ ഗ്രഹത്തിന് പേര്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം ലിറ്റ്സിയ വാഗമണിക. കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപഭോക്താക്കൾക്ക് മറ്റു വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ KB പ്രൈം. ലോകത്തിലെ ഏറ്റവും മികച്ച 25 ലക്ഷറി ഹോട്ടലുകളുടെ പട്ടികയിൽ 11ാമതെത്തിയ മൂന്നാറിലെ ആഡംബര റിസോർട്ട് ചാണ്ടീസ് വിൻഡി വുഡ്സ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയായ അരങ്ങ് 2024 വേദി പീലിക്കോട്, കാസർഗോഡ്. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമപ്രവർത്തകൻ BRP ഭാസ്കർ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി കേരള മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ. റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് നിറമാണ് നിർബന്ധമാക്കുന്നത്, മഞ്ഞ നിറം. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ഥാർ. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി, തിരുവനന്തപുരം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ ഓപ്പറേഷൻ ജാഗറി, ഓപ്പറേഷൻ മത്സ്യ, ഓപ്പറേഷൻ ഷവർമ, ഓപ്പറേഷൻ ഹോളിഡേ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകിയ പേര് ഓപ്പറേഷൻ ലൈഫ്. 2024 വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ. SCERTയുടെ പുതുക്കിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കപ്പെട്ട പാഠഭാഗങ്ങൾക്കനുസൃതമായി പരിഷ്കരിച്ച പോർട്ടൽ സമഗ്ര പ്ലസ് പോർട്ടൽ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ്, മാവേലിക്കര 8 തവണ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് 2024 ഏപ്രിൽ 26. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം മലപ്പുറം. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം വയനാട്. കേരളത്തിൽ നിന്നുള്ള MPമാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ET മുഹമ്മദ് ബഷീർ. കേരളത്തിൽ നിന്നുള്ള MPമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഹൈബി ഈഡൻ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധി. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UR പ്രദീപ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത് നഗർ. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് മുട്ടത്തറ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹൻ. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരിവിരുദ്ധ പദ്ധതി പോഡ. 2024 അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി P. തങ്കപ്പൻ നായർ. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്ന് 2024 ജൂൺ 23. 2024 GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം നിലമ്പൂർ തേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് ചൊവ്വായൂർ, കോഴിക്കോട്. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതി പുസ്തകത്തോണി. SSLC+2 പരീക്ഷകൾ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതി ഹോപ്പ്.
2024 നിയമസഭയിലെ ചട്ടങ്ങൾ അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം. സത്യപ്രതിജ്ഞ എന്നതിന് പകരം വന്ന വാക്ക് ശപഥം. അവിശ്വാസ പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് അവിശ്വാസം രേഖപ്പെടുത്താനുള്ള ഉപക്ഷേപം. നന്ദി പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ഉപക്ഷേപം. ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി KASP. കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരം. ഉപരിപഠനത്തിൽ അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാർ പദ്ധതി സ്കോൾ കേരള. കേരളത്തിലെ ആദ്യ മിനി മാർട്ട് നിലവിൽ വന്നത് പഴവങ്ങാടി, തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട്. തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ക്യൂഫീൽഡ്. വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പാളികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പുരപ്പുറ സൗര വൈദ്യുത പദ്ധതി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത ബിജ്ലി യോജന. കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 346. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിലൊന്നായിരുന്ന 99-ലെ വെള്ളപ്പൊക്കത്തിൻ്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? 100-ാം വാർഷികം. 2024 അന്തരിച്ച ലോകപ്രശസ്ത ഹൃദയശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്തൻ. ആത്മകഥ മയൂരശിഖ. ജീവിതം, അനുഭവം, അറിവ്. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞ പൊട്ടുവാലൻ ഏത് ജീവി വർഗത്തിൽപ്പെടുന്നു? പാമ്പ്. വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതി അരികെ. 2024 ജൂലൈയിൽ അന്തരിച്ച അരോമ മണി എന്ന M മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചത് പുലിക്കയം, കോടഞ്ചേരി, കോഴിക്കോട്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ, കോഴിക്കോട്. രണ്ടാമത് കരമനയാർ, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരിച്ചീനി കൃഷി നശിപ്പിക്കുന്ന മോസൈക്ക് രോഗം പ്രതിരോധിക്കുന്ന മരിച്ചീനി ഇനം ശ്രീശക്തി. കേരള സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനി എയർ കേരള. 2024 കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് എന്തിനാണ്? ഓണവില്ല്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയാകുന്നത് കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വന്നത് തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം. 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബ കേന്ദ്രം കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം, മലപ്പുറം. ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് ബേപ്പൂർ. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ഏത് പേരിലാണ് ഇനി അറിയപ്പെടുക? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ടാഗ് ലൈൻ ആരോഗ്യം പരം ധനം. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം കാർത്തുമ്പി കുട നിർമ്മാണം, അട്ടപ്പാടി. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന ജില്ല ഏത്? തിരുവനന്തപുരം. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2024 നടന്ന ജില്ല എറണാകുളം. 2024 വർഷത്തെ ശാസ്ത്രമേള വേദി ആലപ്പുഴ. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫാനം.
ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാനുള്ള മൊബൈൽ ആപ്പ് ഹരിതമിത്രം. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയാൻ മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുന്നതിനുള്ള ആപ്പ് വികസിപ്പിച്ചത് കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി (KMTA). ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന എമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം കൊല്ലം തുറമുഖം. 2024 അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ സസ്യത്തിന് ഏത് സസ്യശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയത്? ഡോക്ടർ E.K. ജാനകി അമ്മാൾ. 2024 ഓഗസ്റ്റ് അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 161ാമത് ജന്മദിനം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം മൂവാറ്റുപുഴ എറണാകുളം. ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ്. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. കേരളത്തിൽ തെരുവ് നായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയിരിക്കുന്ന കമ്മിറ്റി ജസ്റ്റിസ് S. സിരിഗൻ കമ്മിറ്റി. ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ആചരിച്ചത്? 170. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഡ്രീം വെസ്റ്റ്. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ കൽപ്പസുവർണ, കൽപ്പശതാബ്ദി. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർ ചിത്രം ഒരുങ്ങുന്നത് കതിരുൾ സൂര്യനാരായണ ക്ഷേത്രം, കണ്ണൂർ. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ നിള. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചി. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയത് പ്രഭാവർമ്മ. ഇന്ത്യയിൽ ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടി സത്യമേവ ജയതേ പദ്ധതി നടപ്പിലാക്കുന്നത് കൈറ്റ് കേരള. കാർഷിക സേവനങ്ങൾ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ച ആപ്പ് കതിർ. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യ കിരണം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസ കിരണം. 2024 പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. കൊച്ചുവേളി, നേമം, തിരുവനന്തപുരം. നേമം തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. അന്തരിച്ച സാറ എബ്രഹാം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകല. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 6. 2024 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴ. അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപികയുമായ വ്യക്തി പ്രൊഫസർ CG രാജഗോപാൽ. അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷൻ ഫുട്പാത്ത്. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യനേറിയം നിലവിൽ വരുന്നത് കൊല്ലം. ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ 115ാമത് സമാധി വാർഷികമാണ് 2024 ആചരിച്ചത്? തൈക്കാട് അയ്യ. വയനാട് ദുരന്താശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതി കുട്ടിയിടം.
സർവീസ് ചട്ടങ്ങൾ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. സംസ്ഥാനത്തെ ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. 2024 നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമി. കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മന്ത്രി പദവി വഹിച്ചതിൻ്റെ റെക്കോർഡ് നേടിയത് AK ശശീന്ദ്രൻ. സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിഠായി നിലവിൽ വരുന്നത് ബേപ്പൂർ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടി കവിയൂർ പൊന്നമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മിഷൻ സ്ഥാപിച്ച നഗരം കോഴിക്കോട്. തൃശ്ശൂരിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ റെയ്ഡിന് നൽകിയ പേര് ഓപ്പറേഷൻ ടൊറേറ്റൽ ഓറോ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമാകാൻ ഒരുങ്ങുന്നത് ഇരവികുളം ദേശീയോദ്യാനം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, കഥാകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി KJ ബേബി, കനവ് ബേബി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച KJ ബേബിയുടെ ഗോത്രജീവിത പശ്ചാത്തലത്തിലുള്ള നോവൽ മാവേലി മഞ്ചം. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി കാരുണ്യ സ്പർശം. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂർ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം K-ഷോപ്പി. കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് പുതുശ്ശേരി, പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻതുരുത്ത്, കോട്ടയം. കർഷകരെ സഹായിക്കാൻ കൃഷിയിടത്തിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിൻ്റെ പേര് ഡ്രോൺശ്രീ. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ് നിലവിൽ വരുന്നത് പിണറായി, കണ്ണൂർ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് എതിരെ ഇന്ത്യയിൽ ആദ്യമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം. കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കോട്ടയം, കടപ്പൂർ. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ TP മാധവൻ. അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ TP മാധവൻ. വീടുകളിൽ ഒറ്റപ്പെട്ട് പോയവർക്ക് സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സേവനം സർവത്ര. കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകൾ കുമരകം, കോട്ടയം, കടലുണ്ടി, കോഴിക്കോട്. ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല തൃശ്ശൂർ. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് കായംകുളം. പക്ഷാഘാതം നിർണ്ണയിക്കുന്നതിന് മുമ്പ് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതി മിഷൻ സ്ട്രോക്ക്. സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല കാസർഗോഡ്. കലാമേളയ്ക്ക് നൽകിയ പേര് അഭിന്ന. കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽപാതകൾ തീവണ്ടികൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ നിലവിൽ വരുന്ന സംവിധാനം കവച്. വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഗോൾ ഫോർ വയനാട്. മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. കോഴിക്കോട് ആസ്ഥാനമായുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളക് IISR ചന്ദ്ര.
സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കുന്ന കോൾ സെന്റർ സഹജ. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല തിരുവനന്തപുരം. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ അതികായകനും പ്രമുഖ ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ BPL ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഗ്രൂപ്പ് സ്ഥാപകൻ TPG നമ്പ്യാർ. 2024 നവംബർ 2-ന് 161ാമത് ജന്മദിനം ആചരിക്കുന്ന കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് Hex20. ഐത്തജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയ്ക്ക് 2024 എത്ര വർഷം തികഞ്ഞു? 100. ട്രാൻസ്ജെൻഡേഴ്സ് മെച്ചപ്പെട്ട ജീവനിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അനന്യം. ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഏത് വർഷം? 2025. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ K-REAP. കേരളത്തിൻ്റെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന സംസ്ഥാനം നടപ്പിലാക്കുന്ന പദ്ധതി ഹാപ്പിനെസ് സെന്റർ. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നത് മനുഷ്യൻ്റെ അഹന്തയാണെന്ന് വിധിച്ച കോടതി കേരള ഹൈക്കോടതി. 2024 അന്തരിച്ച മലയാളത്തിൽ കവിതകൾ എഴുതിയ അസാമീസ് കവി വിപുൽ റേക്കൽ. കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേര് ട്രാൻസ്ന. ആദിവാസി മേഖലയിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകൾ പ്രാവീണ്യം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി കനസ് ജാഗ. മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയ നിർമ്മിത. അന്തരിച്ച PN നാരായണൻ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാക്യാർ കൂത്ത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് കൊല്ലം. ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം അക്ഷര മ്യൂസിയം കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇ-ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂൾ MVR പാപ്പിനിശ്ശേരി വെസ്റ്റ് LP സ്കൂൾ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ്. പ്രസിദ്ധ സാഹിത്യകാരൻ പാറപ്പുറത്തിൻ്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 നവംബർ 14-ന് ആചരിക്കുന്നത്? 100. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതി യോദ്ധാവ്. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും ആധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതി നവോത്ഥാൻ. സ്കൂൾ കുട്ടികൾ ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി നേർവഴി. 2024 ജൂലൈയിൽ വയനാട് ജില്ലയിൽ നിരവധി പേരുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം മുണ്ടക്കൈ ചൂരൽമല. ചൂരൽമല ഏത് പഞ്ചായത്തിലാണ്? മേപ്പടി താലൂക്ക് വൈത്തിരി. വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂൾ ഗവൺമെൻറ് VHSS വെള്ളാർമല. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതി സഖി ഡോർമെട്രികൾ. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനായി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ഡ്രോൺ ഏകലവ്യ. ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗശല്യം തടയാൻ AI സ്മാർട്ട് ഫെൻസിംഗ് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതി സീ പ്ലെയിൻ. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2024 അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ പ്രഥമ കേരളപ്രഭ പുരസ്കാരം ജേതാവുമായ വ്യക്തി ഓംചേരി NN പിള്ള. PSLV C57 ഉള്ള ഇലക്ട്രോണിക് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏത്? കെൽട്രോൺ.
ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് സബ് ലഫ്റ്റനന്റ് അനഘ ബി രാജീവ്. വംശനാശത്തിന്റെ വക്കിലുള്ള മാധിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ചക്കാലിയ. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിച്ച മുൻ PSC അംഗം ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. കാനഡയിലെ ഓൺടാറിയോ സുപ്പീരിയർ കോടതിയിൽ ജഡ്ജിയായി നിയമിതയായ മലയാളി വനിത കരിസിമ മാത്തൻ. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിൽ. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത മേഘ മുകുന്ദൻ. കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ നീത K ഗോപാൽ. പുതിയ കേരള ലോകായുക്തയായി നിയമിതനാകുന്നത് ജസ്റ്റിസ് N അനിൽകുമാർ. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതയായത് ശാരദ മുരളീധരൻ. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകൻ TV ചന്ദ്രൻ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ. കേരളത്തിലെ കളക്ടറേറ്റുകളിലെ ആദ്യ വനിതാ ഡഫേദാർ KCG. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡർ വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ. കേരള സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ധർവേഷ് സാഹിബ്. വേഴ്സ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ WFI അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതനായ മലയാളി സ്മിത AS. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാതാക്കളായ ഇന്റലിന്റെ ഇന്ത്യൻ റീജിയൻ മേധാവിയായി ചുമതലയേറ്റ മലയാളി സന്തോഷ് വിശ്വനാഥൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളി പ്രൊഫസർ TN സതീശൻ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ KK ഗീതാകുമാരി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാൻ പ്രേംകുമാർ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതി രാജ്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിലെ അംഗങ്ങൾ KB വത്സലകുമാരി, നടി ശാരദ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി സോജൻ ജോസഫ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനാകുന്നത് അലക്സാണ്ടർ തോമസ്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി K കൈലാസനാഥൻ. ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തി ഡോക്ടർ മോഹനൻ കുന്നുമൽ. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് അരുന്ധതി റോയ്. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ PT ബാബുരാജ്. മഹാകവി കുമാരനാശാന്റെ അന്ത്യയാത്രയിലേക്ക് വെളിച്ചം വീശുന്ന മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഇടശ്ശേരി രവി. പ്രശസ്ത സാഹിത്യകാരി P വത്സലയുടെ അവസാന നോവൽ ചിത്രലേഖ. എൻ്റെ പൂന്തോട്ടം എന്ന കവിതാ സമാഹാരം രചിച്ച വയലാർ രാമവർമ്മയുടെ മകൾ ഇന്ദുലേഖ വയലാർ. ഉൽക്കകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ചലച്ചിത്ര നടൻ സത്യന്റെ ജീവിതം പ്രമേയമാക്കി രാജീവ് ശിവശങ്കർ എഴുതിയ നോവൽ സത്യം. ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രായവും എന്ന കൃതി രചിച്ചത് ഡോക്ടർ K ശിവപ്രസാദ്.
ലോകത്തെ ആദ്യ കണ്ണാടി നോവലായ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആറ്റൂർ സന്തോഷ് കുമാർ. ബ്രെയിലി ലിപിയിലേക്ക് മാറ്റപ്പെട്ട മലയാളത്തിലെ ആദ്യ കവിതാ സമാഹാരം പിന്നിട്ട വഴികളും വരികളും. രചയിതാവ് അനീഷ് സ്നേഹയാത്ര. കുമാരനാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്വ് കിനാവ് എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ. 2024 80 വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവൽ ബാല്യകാലസഖി. സിനിമാ താരങ്ങളായ ഇടവേള ബാബുവിൻ്റെ ജീവിതകഥയായ ഇടവേളയില്ലാതെ എന്ന പുസ്തകം എഴുതിയത് കെ സുരേഷ്. മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകം ഒറ്റഞ്ഞാവൽ മരം. മായാത്ത ഓർമ്മകൾ ആരെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ്. ഡോക്ടർ പി കെ വാര്യർ. പി കെ വാര്യരുടെ ആത്മകഥ സ്മൃതിപർവം. അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ബി കെ തിരുവോത്ത്. അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിതകഥയാണ്? ഡോക്ടർ കെ ബി മേനോൻ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മുതിർന്ന CPM നേതാവ് എം ലോറൻസ്. എം ലോറൻസിൻ്റെ ആത്മകഥ ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. ആദ്യകാല തോട്ടിപ്പണിക്കാരുടെ യൂണിയൻ നേതാവ് എം ലോറൻസിനുള്ള സമർപ്പണമായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കവിത തോട്ടി. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗോപിനാഥ് മുതുകാട്. മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ MK സാനു. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം. അന്തിമഘട്ടത്തിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതിയത് MK സാനു. പ്രണയകാലം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ് CV ബാലകൃഷ്ണൻ. വഴിച്ചെണ്ട എന്ന നോവലിൻ്റെ രചയിതാവ് സുസ്മേഷ് ചന്ദ്രോത്ത്. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥ. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യ OTT പ്ലാറ്റ്ഫോം സി സ്പേസ്. പാലസ്തീൻ പ്രശ്നങ്ങളെ കേന്ദ്ര പ്രമേയമാക്കി ഷീല ടോമി എഴുതിയ നോവൽ ആ നദിയോട് പേര് ചോദിക്കരുത്. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും KPSCയുടെ വജ്രജൂബിലിയും ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി വീണ്ടും അവതരിപ്പിച്ച നാടകം ഒളിവിലെ ഓർമ്മകൾ. അടുത്തിടെ അന്തരിച്ച കൈതയ്ക്കൽ മനയ്ക്കൽ ജാതവേദൻ എഴുതിയ മഹാകാവ്യം വീരകേരളം. പ്രൊഫസർ KK നീലകണ്ഠൻ ഇന്ദുചൂഡൻ്റെ ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് സുരേഷ് ഇളമൺ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. സംവിധാനം അരുൺ രാജൻ. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം പല മത സാരവുമേകം. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന രാജേന്ദ്ര പരിസ്ഥിതി ചലച്ചിത്രോത്സവ മേളയുടെ പേര് മയിൽപീലി. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം മാറ്റുലി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ ഇതുവരെ. MD വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുക്കുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലസ്സി. ആടുജീവിതം എന്ന സിനിമയിൽ നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പൃഥ്വിരാജ്. മലയാള സിനിമയുടെ ഒരു കാലത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയ ചലച്ചിത്ര സംവിധായകൻ ബ്ലസ്സി. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ്. മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം ഗഗനചാരി. സംവിധാനം അരുൺ ചന്തു. തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച ഹ്രസ്വചിത്രം നിഴൽ യാത്രികൻ. സംവിധാനം സഹീർ അലി. ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയ മലയാള ചിത്രം ആടുജീവിതം. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രം കൈമിറ. ദേശീയ വായു നിലവാര സൂചിക പ്രകാരം സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തുള്ള ജില്ല തൃശ്ശൂർ.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൗന്ദര്യബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം. മിസ് കേരള 2024 മേഘ ആന്റണി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറി വണ്ടർ ബോക്സ് തുറന്നത് എവിടെ? കാര്യാട്ടുകര, തൃശൂർ. പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് കെ ഷാജു. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സാഗർ പരിക്രമണ പദ്ധതിയുടെ ഭാഗമായി ലോകം ചുറ്റാൻ പുറപ്പെട്ട INS തരിണി കപ്പലിൽ ലഫ്റ്റ് കമാൻഡർ A രൂപയോടൊപ്പമുള്ള മലയാളി ലഫ്റ്റ് കമാൻഡർ ദിൽന കെ. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പ്രഖ്യാപിച്ച റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ സർവകലാശാലകൾ ഒന്നാമതെത്തിയത് കുസാറ്റ്. രാജ്യത്തെ ആദ്യത്തെ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് കോട്ടൂർ. രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് തോമസ് മാത്യു. വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയാർ പങ്കെടുത്തതിൻ്റെ ശതാബ്ദി വർഷം 2024. റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2023-24 റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം. PK റോസിയുടെ സ്മരണയുമായി ഇറങ്ങിയ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സിഗ്നേച്ചർ ഫിലിം സ്വപ്നായനം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരിച്ചീനികളുടെ പേര് ശ്രീ അന്നം, ശ്രീ മന്നം. ചിറ്റേടത്ത് ശങ്കുപിള്ളയുടെ രക്തസാക്ഷിത്വത്തിന് 2024 ഒരു നൂറ്റാണ്ട് തികഞ്ഞു. ഏത് സത്യാഗ്രഹത്തിൻ്റെ പോരാളിയായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? വൈക്കം. നീതി ആയോഗ് ICMR തിരഞ്ഞെടുത്ത രാജ്യത്തെ 5 മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകം ലൈബ്രറി ഉദ്ഘാടനം ചെയ്ത തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ ഹൈക്കോടതിയെ സഹായിക്കാനായി അമിക്കസ് ക്യൂറിയായി നിയോഗിക്കപ്പെട്ടത് ആര്? ഡോക്ടർ മിത സുധീന്ദ്രൻ. വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റെഡ്ലി കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി ശശികുമാർ അമ്പലത്തറ രചനയും സംവിധാനം നിർവഹിച്ച ഡോക്യുമെൻ്ററി ഒരൽപ്പം കരതരൂ, കടലാമകൾക്കൊരു സ്നേഹതീരം. ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? തൃശൂർ. കേരളത്തിൻ്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ബീഹാറിൻ്റെ പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 1 മിനിറ്റും 24 സെക്കൻഡും മാത്രം നീണ്ടുനിന്ന രാജ്യത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം എന്ന റെക്കോർഡ് ഏത് ഗവർണറുടെ പേരിലാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. ഭിന്നശേഷിക്കാരായ യുവതിയുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കലാസംഘം റിഥം. കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഇൻഷുറൻസ് പരിരക്ഷയും മറ്റു ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ ആരംഭിച്ച ആപ്പ് അതിഥി ആപ്പ്. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം IISR കർഷക പങ്കാളിത്തത്തോടെ വികസിപ്പിച്ച പുതിയ ഇനം ഇഞ്ചി ISR സുരസ. നീർച്ചാലുകൾ ജനകീയമായി ശുചീകരിച്ച് വീണ്ടെടുക്കാനുള്ള ഹരിത കേരള മിഷൻ ക്യാമ്പയിൻ ഇനി ഞാൻ ഒഴുകട്ടെ. ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ ചാറ്റ് ബോട്ട് സ്വാമി ചാറ്റ് ബോട്ട്. കരനാവിക വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ. പട്ടുനൂൽ പുഴു എന്ന നോവൽ എഴുതിയത് S ഹരീഷ്. പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്പ് അഴക്. മത്തിയാസ് എന്ന പുസ്തകം എഴുതിയത് PF മാത്യൂസ്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം. 2024 രാജ്യത്തെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലത്തൂർ. 2024 70ാമത് വാർഷികം ആഘോഷിക്കുന്ന ഉമ്മാച്ചു എന്ന കൃതി രചിച്ചത് ഉറൂബ്. 50ാം വാർഷികം ആഘോഷിച്ച M മുകുന്ദൻ്റെ നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ജിംനേഷ്യം കേന്ദ്രങ്ങൾ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന ഓപ്പറേഷൻ ശരീര സൗന്ദര്യ. സംസ്ഥാനത്തെ ആദ്യത്തെ
ISO സർട്ടിഫൈഡ് കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി വേങ്ങപ്പള്ളി. കേരളത്തിലെ ആദിവാസി മേഖലകളെ ഡിജിറ്റലൈസ് ചെയ്യാൻ K-ഫോൺ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ്. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിൻ്റെ ആദ്യ AI പ്രോസസ്സർ കൈരളി. കേരള സർവകലാശാലയുടെ ബിരുദ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കോട്ടയം പുഷ്പനാഥൻ്റെ സയൻറ്റിഫിക് ത്രില്ലർ നോവൽ ചുവന്ന മനുഷ്യൻ. MD വാസുദേവൻ നായർ. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളികളുടെ പ്രിയങ്കരനായ കലാകാരൻ 2024 ക്രിസ്മസ് ദിനത്തിൽ വിട പറഞ്ഞു. മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. 15 ജൂലൈ 1933 കൂടല്ലൂരിൽ ജനിച്ചു. നിളയുടെ കഥാകാരൻ. ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ പുറത്തിറക്കിയ ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികൾ. 1954 ലോക ചെറുകഥാ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിക്കൊടുത്ത രചന വളർത്തുമൃഗങ്ങൾ. ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചും. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ നാലുകെട്ട്. ആദ്യ സിനിമാ തിരക്കഥ മുറപ്പെണ്ണ്. മികച്ച തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം 4 തവണ. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി കാലം. 1973 മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സുവർണ മെഡൽ നേടിയ സിനിമ നിർമാല്യം. സംവിധായകൻ. MB മുഹമ്മദുമായി ചേർന്നെഴുതിയ നോവൽ അറബിപ്പൊന്ന്. 1984 വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി രണ്ടാമൂഴ. ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായത് 1995. KC ഡാനിയൽ പുരസ്കാരം 2013. പത്മവിഭൂഷൺ നേടിയത് 2005. എഴുത്തച്ഛൻ പുരസ്കാരം 2011. കേരള സർക്കാരിൻ്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം 2022. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.